എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 മലയാളം ജോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ഇന്ത്യയുടെ മലനിരകളെക്കുറിച്ചും സമതലങ്ങളെക്കുറിച്ചും മരുഭൂമിയെക്കുറിച്ചുമെല്ലാം പഠിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? നമ്മളിന്ന് ഒരു കടൽ തീരത്തേക്കാണ് പോകുന്നത്. അതെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെക്കുറിച്ചാണ്. പാഠത്തിന്റെ പേര് തീരങ്ങളിലൂടെ, അലോങ് ദ കോസ്റ്റ്സ്. വാസ്കോഡഗാമ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം ആദ്യമായി കടൽ വഴി ഇന്ത്യയിലെത്തിയത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടപ്പുറത്താണ്. അതൊരു ചരിത്രപരമായ യാത്രയായിരുന്നു. അതിനുശേഷമാണ് യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് ഒരു പുതിയ കടൽപാത തുറന്നുകിട്ടിയത്. അത് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. നമ്മുടെ ഇന്ത്യയ്ക്ക് വളരെ നീളമുള്ള ഒരു തീരപ്രദേശമുണ്ട്. ദ്വീപുകൾ കൂടി ഉൾപ്പെടെ ഏകദേശം 7517 കിലോമീറ്റർ നീളം. എന്തൊരു വലിപ്പമാണല്ലേ! ഈ തീരപ്രദേശങ്ങൾ പൊതുവെ ജനസാന്ദ്രതയേറിയതാണ്. എന്തുകൊണ്ടായിരിക്കും അവിടെ ഇത്രയധികം ആളുകൾ താമസിക്കുന്നത്? ഒന്ന്, അവിടെ നിരപ്പായ ഭൂപ്രകൃതിയാണ്. മറ്റൊന്ന്, അനുകൂലമായ കാലാവസ്ഥയാണ്. മൂന്ന്, ആവശ്യത്തിനു വെള്ളം കിട്ടും. ഇതൊക്കെ കൊണ്ട് താമസിക്കാൻ വളരെ നല്ല സ്ഥലമാണ്. ഇന്ത്യയുടെ ഈ തീരസമതലങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന്, പടിഞ്ഞാറൻ തീരസമതലം, ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. രണ്ട്, കിഴക്കൻ തീരസമതലം, ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഭൂപടം നോക്കൂ. അറബിക്കടലിന്റെ തീരത്തുള്ളതാണ് പടിഞ്ഞാറൻ തീരസമതലം. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ളതാണ് കിഴക്കൻ തീരസമതലം. ഇന്ന് നമ്മൾ ആദ്യം പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ പോകുന്നു. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിനും ഉപദ്വീപീയ പീഠഭൂമിക്കുമിടയിലുള്ള ഒരു ഇടുങ്ങിയ കരഭാഗമാണിത്. വടക്ക് ഗുജറാത്തിലെ കച്ച് മുതൽ തെക്ക് കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളമുണ്ടിതിന്. ഇതിന്റെ വീതി വളരെ കുറവാണ്, ഏകദേശം 10 മുതൽ 15 കിലോമീറ്റർ വരെ മാത്രം. ഈ തീരം ഒരു മുങ്ങിയ തീരമാണ്. എന്താണ് മുങ്ങിയ തീരം? ഭൂമിയിലെ ചില പ്രവർത്തനങ്ങൾ കാരണം തീരപ്രദേശങ്ങൾ കടലിനടിയിലേക്ക് താഴുകയും കടൽനിരപ്പ് ഉയരുകയും ചെയ്യുമ്പോൾ രൂപപ്പെടുന്നതാണ് മുങ്ങിയ തീരം. ഈ പടിഞ്ഞാറൻ തീരത്തിന്റെ ഒരു പ്രധാന ആകർഷണം എന്താണെന്നറിയാമോ? കായലുകളാണ്, ബാക്ക് വാട്ടേഴ്സ്. നമ്മുടെ കേരളത്തിലെ കായലുകൾ പോലെ. ഇനി നമുക്ക് ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായി തിരിക്കാം. ഒന്ന്, ഗുജറാത്ത് തീരം. രണ്ട്, കൊങ്കൺ തീരം. മൂന്ന്, മലബാർ തീരം. ഓരോന്നായി നോക്കാം. റെഡിയല്ലേ? ആദ്യം ഗുജറാത്ത് തീരം. ഇതിൽ റാൻ ഓഫ് കച്ച് എന്ന ചതുപ്പുനിലം, കച്ച്, സൗരാഷ്ട്ര എന്നീ പ്രദേശങ്ങളും പിന്നെ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടും. മാഹി, സബർമതി തുടങ്ങിയ നദികൾ കൊണ്ടുവന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ തീരം രൂപം കൊണ്ടത്. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പുകൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. ഇവിടുത്തെ ചില പ്രധാന സ്ഥലങ്ങളെക്കുറിച്ച് കേൾക്കണോ? അലാങ് എന്നൊരു സ്ഥലമുണ്ട്. അതിനെ കപ്പലുകളുടെ ശ്മശാനം എന്നാണ് വിളിക്കുന്നത്. കാരണം പഴയ കപ്പലുകൾ പൊളിക്കുന്നത് അവിടെ വെച്ചാണ്. പിന്നെ സൂരത്ത്, വഡോദര പോലുള്ള പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങൾ ഇവിടെയാണ്. ചരിത്രപ്രസിദ്ധമായ ദണ്ഡി കടപ്പുറം ഇവിടെയാണ്. ഇവിടുത്തെ റാൻ ഓഫ് കച്ച് ഒരു ഉപ്പുമരുഭൂമിയാണ്. മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കുന്ന ചതുപ്പായും പിന്നീട് ഉണങ്ങി വെളുത്ത ഉപ്പു നിറഞ്ഞ മരുഭൂമിയായും ഇത് മാറും. അവിടെ നടക്കുന്ന റാൻ ഉത്സവ് എന്ന ആഘോഷം വളരെ പ്രശസ്തമാണ്. ഇനി നമുക്ക് തെക്കോട്ട് വരാം. അടുത്തത് കൊങ്കൺ തീരം. ഗുജറാത്ത് തീരത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ നീണ്ടുകിടക്കുന്ന തീരമാണിത്. ഇതിന് ഏകദേശം 500 കിലോമീറ്റർ നീളമുണ്ട്. ഈ തീരത്തിന് വീതി കുറവാണ്. കാരണം പശ്ചിമഘട്ട മലനിരകൾ തീരത്തോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വടക്കുഭാഗം മണൽ നിറഞ്ഞതും തെക്കുഭാഗം പാറകൾ നിറഞ്ഞതുമാണ്. കടൽത്തീരത്ത് ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ, ക്ലിഫ്സ്, ദ്വീപുകൾ, ബീച്ചുകൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ഗോവ ഇവിടെയാണ്. ഇവിടുത്തെ കാലാവസ്ഥ നല്ല ഈർപ്പമുള്ളതും ധാരാളം മഴ ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് സസ്യജന്തു വൈവിധ്യങ്ങളുണ്ട്. ഇവിടുത്തെ ചില പ്രധാന സ്ഥലങ്ങൾ പരിചയപ്പെടാം. നവശേവ, മർമഗോവ എന്നിവ പ്രകൃതിദത്തമായ തുറമുഖങ്ങളാണ്. മാൽപ്പ ഒരു പ്രധാന മത്സ്യബന്ധന തുറമുഖമാണ്. നിങ്ങൾ കർണാടകയിലെ ഉടുപ്പിക്കടുത്തുള്ള സെന്റ് മേരീസ് ദ്വീപിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടെ
അറുകോണാകൃതിയിലുള്ള തൂണുപോലത്തെ പാറകളാണുള്ളത്. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു അഗ്നിപർവ്വതം പൊട്ടി ലാവ തണുത്തുറഞ്ഞാണ് ഇവ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. അത്ഭുതം തന്നെയല്ലേ? ഇനി നമുക്ക് നമ്മുടെ സ്വന്തം തീരത്തേക്ക് വരാം. മലബാർ തീരം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 550 കിലോമീറ്റർ നീളമുണ്ട് ഈ തീരത്തിന്. ഇത് കൊങ്കൺ തീരത്തേക്കാൾ അല്പം വീതി കൂടിയതാണ്. പാറക്കെട്ടുകൾ, കടലിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാറകൾ, ബീച്ചുകൾ, കായലുകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. നമ്മുടെ വേമ്പനാട്ട് കായലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കായൽ. ഈ കായലുകളെല്ലാം തോടുകൾ വഴി പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജലഗതാഗതത്തിന് വളരെ സൗകര്യമാണ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ജലപാത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതകളിലൊന്നാണ്. WN3. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ തീരമൽപ്പം ഉയർന്നാണ് കാണുന്നത്. അവിടെ പാറക്കെട്ടുകൾ കാണാൻ സാധിക്കും. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു, അല്ലേ? കായലുകൾ ദേശാടന പക്ഷികളുടെ ഒരു ഇഷ്ടകേന്ദ്രമാണ്. കടലുണ്ടി, കുമരകം, പാതിരമണൽ തുടങ്ങിയ പക്ഷിസങ്കേതങ്ങൾ ഇവിടെയാണ്. ഇനി ഇവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാലോ? നാഞ്ചിനാട്, കുട്ടനാട്, കോൾ നിലങ്ങളിലെ നെൽകൃഷി വളരെ പ്രധാനമാണ്. അതുപോലെ നീണ്ടകര, മുനമ്പം, പൊന്നാനി തുടങ്ങിയ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങൾ ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ തീരം മുഴുവൻ കണ്ടു. ഇനി നമുക്ക് കിഴക്കോട്ടു പോകാം, കിഴക്കൻ തീരസമതലത്തിലേക്ക്. ഇത് കിഴക്കൻ ഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനുമിടയിലുള്ള തീരപ്രദേശമാണ്. ഇതിന് പടിഞ്ഞാറൻ തീരത്തേക്കാൾ വീതി കൂടുതലാണ്. വടക്ക് മഹാനദി ഡെൽറ്റ മുതൽ തെക്ക് കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുണ്ട്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികൾ കൊണ്ടുവന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ തീരം രൂപം കൊണ്ടത്. ഈ തീരം ഒരു ഉയർന്നുവന്ന തീരമാണ്, അതായത് കടൽ നിരപ്പ് താഴുകയും കര ഉയർന്നുവരികയും ചെയ്തപ്പോൾ രൂപപ്പെട്ടത്. ഈ കിഴക്കൻ തീരസമതലത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് വടക്കൻ സിർക്കാർസ്, രണ്ട് കോറമാൻഡൽ തീരം. ആദ്യം വടക്കൻ സിർക്കാർസ്. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെയുള്ള തീരമാണിത്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങൾ ഇതിൽ വരും. ഇവിടെ മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നായ ചിൽക്ക തടാകം ഇവിടെയാണ്. ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകവും ഇവിടെയാണ്. വിശാഖപട്ടണം, മസൂലിപട്ടണം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തുറമുഖങ്ങൾ. ഇനി നമുക്ക് കോറമാൻഡൽ തീരത്തേക്ക് പോകാം. കൃഷ്ണനദി ഡെൽറ്റ മുതൽ തെക്ക് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന തീരമാണിത്. കാവേരി നദിയുടെ ഡെൽറ്റയും ഇതിന്റെ ഭാഗമാണ്. ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ എക്കൽമണ്ണ് നെൽകൃഷിക്ക് വളരെ അനുയോജ്യമാണ്. പുലിക്കാട്ട് തടാകമാണ് ഇവിടുത്തെ ഒരു പ്രധാന തടാകം. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഈ തടാകത്തിന്റെ തീരത്താണ്. നാഗപട്ടണം, കടലൂർ എന്നിവ ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളാണ്. ചെന്നൈയിലെ മറീന ബീച്ച് ഒരുപാട് പേർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ 2 തീരങ്ങളും കണ്ടു. ഇനി നമുക്ക് കടലിലേക്ക് പോകാം, ഇന്ത്യയുടെ ദ്വീപുകളെക്കുറിച്ച് പഠിക്കാൻ. പ്രധാനമായും 2 ദ്വീപസമൂഹങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത്. ഏതൊക്കെയാണവ? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും. ആദ്യം ലക്ഷദ്വീപ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിൽ നമ്മുടെ കേരളത്തിന്റെ തീരത്തുനിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ അകലെയാണ്. ഇവയെല്ലാം പവിഴദ്വീപുകളാണ്. എന്താണ് പവിഴപ്പുറ്റുകൾ? കടലിൽ കാണുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറിയ ജീവികളുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ പവിഴപ്പുറ്റുകൾ വളർന്ന് കടലിന് മുകളിൽ വരുമ്പോഴാണ് പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്. ലക്ഷദ്വീപിൽ ഏകദേശം 36 ദ്വീപുകളുണ്ട്. പക്ഷെ 10 എണ്ണത്തിൽ മാത്രമേ മനുഷ്യവാസമുള്ളൂ. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ഇവിടുത്തെ പവിഴമണലുള്ള ബീച്ചുകളും ലഗൂണുകളും വളരെ മനോഹരമാണ്. എന്താണ് ലഗൂൺ? കടലിനോട് ചേർന്ന് മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ വേർതിരിക്കപ്പെട്ട ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ. മത്സ്യബന്ധനമാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. ചൂരമീനാണ് പ്രധാനമായും പിടിക്കുന്നത്. തേങ്ങയാണ് പ്രധാന കാർഷിക വിള. ഇപ്പോൾ ടൂറിസവും ഒരു പ്രധാന വരുമാനമാർഗമായി വളർന്നുവരുന്നുണ്ട്. ഇനി നമുക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് പോകാം. ഇവ ബംഗാൾ ഉൾക്കടലിലാണ്. ഇവയെല്ലാം അഗ്നിപർവ്വത ദ്വീപുകളാണ്. ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും വേർതിരിക്കുന്ന കടൽ ഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് ഇവിടെയാണ്. ഏകദേശം 572 ദ്വീപുകളുണ്ടെങ്കിലും 38 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. ഇവിടെ ഗോത്രവർഗക്കാരാണ് കൂടുതലും താമസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് തലസ്ഥാനം.
ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് ഇവിടെയാണ്. 2004-ലെ സുനാമിയിൽ ഇതിന്റെ വലിയൊരു ഭാഗം കടലിൽ മുങ്ങിപ്പോയി. ഇവിടുത്തെ മറ്റൊരാകർഷണം ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ്. ഇനി തീരപ്രദേശത്തെ ചില ഭൂരൂപങ്ങളെക്കുറിച്ച് നോക്കാം. ഇവയെല്ലാം ഉണ്ടാക്കുന്നത് കടലിലെ തിരമാലകളാണ്. കടൽത്തീരത്ത് കുത്തനെ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളാണ് ക്ലിഫുകൾ. തിരമാലകൾ തുടർച്ചയായി പാറകളിൽ അടിക്കുമ്പോഴാണ് ഇവ ഉണ്ടാകുന്നത്. അതുപോലെ തിരമാലകൾ പാറകളിൽ തുളകളുണ്ടാക്കും. അവ വലുതായി കടൽ ഗുഹകളായി മാറും. ഒരു പാറയുടെ ഇരുവശത്തും ഗുഹകൾ രൂപപ്പെട്ട് അവ കൂടിച്ചേരുമ്പോൾ ഒരു കമാനം പോലെയാകും. അതാണ് കടൽ കമാനം അഥവാ സീ ആർച്ച്. പിന്നീട് ഈ കമാനത്തിന്റെ മുകൾഭാഗം ഇടിഞ്ഞു വീഴുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഒരു തൂൺ പോലെ ഒറ്റപ്പെട്ടു നിൽക്കും. അതിനെയാണ് കടൽ സ്തൂപം അഥവാ സീ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇവയെല്ലാം തിരമാലയുടെ അപരദന പ്രവൃത്തി മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി നിക്ഷേപണ പ്രവൃത്തി മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരമാലകൾ കൊണ്ടുവരുന്ന മണലടിഞ്ഞുകൂടിയാണ് ബീച്ചുകൾ ഉണ്ടാകുന്നത്. ഇനി തീരത്തിന് സമാന്തരമായി മണൽ നിക്ഷേപിച്ചുണ്ടാകുന്ന തിട്ടകളാണ് മണൽത്തിട്ടകൾ അഥവാ സാൻഡ് ബാർസ്. കരയിൽ നിന്ന് കടലിലേക്ക് നീണ്ടുകിടക്കുന്ന മണൽത്തിട്ടയെ സ്പിറ്റ് എന്ന് പറയുന്നു. തീരപ്രദേശത്തെ കാലാവസ്ഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ അതികഠിനമായ ചൂടോ തണുപ്പോ ഉണ്ടാകില്ല. കാരണം കടലിന്റെ സാമീപ്യം തന്നെ. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. രാത്രിയിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. ഈ കാറ്റുകളാണ് അവിടുത്തെ കാലാവസ്ഥയെ മിതമാക്കുന്നത്. തീരപ്രദേശത്തെ മണ്ണ് പൊതുവെ എക്കൽ മണ്ണാണ്. ഇവിടുത്തെ പ്രധാന സസ്യങ്ങൾ കണ്ടൽക്കാടുകളാണ്. ഇവയെ തീരത്തിന്റെ ശ്വാസകോശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സുനാമി, കൊടുങ്കാറ്റ് പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് തീരത്തെ സംരക്ഷിക്കാൻ ഇവ സഹായിക്കും. കൃഷിയും മത്സ്യബന്ധനവുമാണ് ഇവിടുത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇവ കൂടാതെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, ടൂറിസം എന്നിവയും പ്രധാനമാണ്. എങ്കിലും തീരപ്രദേശം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സുനാമി, കൊടുങ്കാറ്റ്, കടലാക്രമണം, സമുദ്രനിരപ്പുയരുന്നത് എന്നിവരെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006006363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.